വേഗം വാ, വന്ന് വാങ്ങിക്കോ. സീതേ, നല്ല വെയിലുണ്ട്, നീ അകത്തേക്ക് വെക്കും. അമ്മേ, ഇവിടെ കുറച്ചു നേരമായിട്ട് നിൽക്കല്ലേ, വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ചെല്ലടി. ശരി. ചെല്ലു. നീയും അകത്ത് വയ്ക്കോ, ഞാൻ അവനോടും സംസാരിക്കട്ടെ. മോനെ, എന്റെ മകൾക്ക് വേണ്ടി നീ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അമ്മാവൻ ഇങ്ങനെ വെറുതെ വെയിലുകൊണ്ട് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അതിനും വേണ്ട ഒരു ഭാഗ്യം. അമ്മാവൻ ചെല്ല്. എന്താ ലിസ്റ്റ് പ്രകാരമല്ലേ വാങ്ങിച്ചത്? ഒരെണ്ണം കൂടുതലുണ്ടല്ലോ. ഞാൻ ലിസ്റ്റ് പ്രകാരം മേടിച്ചത്. പിന്നെ ഇങ്ങനെ കൂടുതൽ വന്നത്? ഒരാളെ വിളിച്ചില്ലല്ലോ. ആരെ? നമ്മുടെ സിന്ധു. ഇപ്പോഴാ മനസമാധാനമായിട്ട് കുടുംബത്തെ താമസിക്കുന്നത്, വെറുതെ അത് ഇല്ലാണ്ടാക്കരുതട്ടോ. നീ നാട്ടുകാർക്കെല്ലാം വസ്ത്രം വാങ്ങി കൊടുത്തില്ലേ? നിന്റെ കൈകൊണ്ട് അവൾക്കും ഒരു വസ്ത്രം കൊടുത്താൽ അവൾക്ക് അതൊരു വലിയ സന്തോഷ. ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഞാനില്ല, നീ കൊണ്ടുപോയി കൊടുത്താൽ മതി. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ കൊണ്ട് കൊടുക്ക. ശരി, എന്നാ വാ. ഞാനെന്തിനാ നിന്റെ കൂടെ വരുന്നത്? ഹലോ, ദേ വരണു. സീതാലക്ഷ്മി ഗർഭിണിയാണ്. അതെയോ? വളരെ സന്തോഷം. എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. നിനക്കും കൂടി ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഏതൊരു പെണ്ണും അവളുടെ ഭർത്താവ് അരികിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ഞാൻ പോട്ടെ. പോയോ മോളെ? പോയമ്മേ. അയ്യോ, സൂക്ഷിച്ച് കാലം കാണാൻ തെറ്റി വീണ വൈകി കിടക്കുന്ന കുഞ്ഞിന്റെ സ്ഥിതി എന്താവും? നീ ഗർഭിണിയാണല്ലേ? എന്തൊരു പരീക്ഷണ ദൈവമേ. അങ്ങയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. വാ, ഹോസ്പിറ്റലിൽ പോവാം. എന്തിന്? ഈ ഗർഭം അലസിപ്പിക്കാം.